നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ 2025 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. പുതുവർഷത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള വീഡിയോ ആണ്. വളരെ വിശദമായിട്ട് ഓരോരോ വിഷയങ്ങളായിട്ട് തിരിച്ച് എല്ലാ വിഷയങ്ങളും പ്രതിപാദിച്ചുകൊണ്ടാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഗഹനമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇന്ന് നമുക്ക് കർക്കിടകക്കൂറുകാരുടെ പുതുവർഷം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. 2025 കർക്കിടകക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ശനി അഷ്ടമത്തിലാണ്, വ്യാഴമാകട്ടെ 11ാം ഭാവത്തിലാണ്. അഷ്ടമശനി ദോഷമാണ്, എന്നാൽ വ്യാഴം 11ൽ നിൽക്കുന്നത് വളരെയേറെ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ വിഷയങ്ങൾ പ്രതിപാദിച്ചു പോകാം. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് കർക്കിടകക്കൂറുകാരുടെ പുതുവർഷത്തിലെ ആരോഗ്യ കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 2025 ആരോഗ്യപരമായി സമ്മിശ്രമോ അല്ലെങ്കിൽ മോശമോ ആയിട്ടുള്ള ഫലങ്ങൾ ചിലപ്പോൾ ചെയ്തേക്കാം. ശനി അഷ്ടമത്തിൽ നിന്ന് വീണ്ടും 9ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. അതും ദോഷകരമാണ്. മെയ് 15 വ്യാഴം 12ാം ഭാവത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടകക്കൂറുകാർ പുതുവർഷത്തിൽ ആരോഗ്യ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. അരക്കെട്ട്, ജനനേന്ദ്രിയം, വായ തുടങ്ങിയ അവയവങ്ങളിൽ എന്തെങ്കിലും രോഗസാധ്യതകൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. ശനി 9ലേക്ക് മാറുമ്പോൾ ശനി അനുകൂലമായിട്ടുള്ള രാശിക്കാരാണെങ്കിൽ, ശനി ജാതകത്തിൽ അനുകൂലമാണ് എങ്കിൽ ഒരുപക്ഷെ രോഗാവസ്ഥയ്ക്ക് കുറവ് വന്നേക്കാം. മറ്റുള്ളവർക്ക് അതേ നില തന്നെ തുടർന്നു പോയേക്കാം. വ്യാഴം 12ൽ, അതായത് മെയ് 15 എത്തുമ്പോൾ കൂടുതൽ ആശുപത്രിവാസം ഒക്കെ വേണ്ടി വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. കർക്കിടകക്കൂറുകാർക്ക് പുതുവർഷത്തിൽ സാമ്പത്തികമായി എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറുകാർക്ക് മെയ് മാസത്തിന് ശേഷം കേതു 2ാം ഭാവത്തിലേക്ക് എത്തുന്നുണ്ട്. ശനി മാർച്ച് മാസത്തിന് ശേഷം 9ാം ഭാവത്തിലേക്ക്, ഭാഗ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ, പരാധീനതകൾ ഉണ്ടായേക്കാം. മെയ് 15ാം തീയതി വരെ വ്യാഴം 11ലാണ്. അതുകൊണ്ട് തന്നെ ശനിയുടെയും കേതുവിന്റെയും പ്രഭാവമൊന്നും മെയ് 15 വരെ സാമ്പത്തിക കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് നമുക്ക് നിരീക്ഷിക്കാം. പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ മെയ് 15 വരെയുള്ള കാലഘട്ടം സാമ്പത്തികമായി വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും മെയ് 15 ശേഷം വ്യാഴം 12ലേക്ക് മാറുമ്പോൾ ചെലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വരവ് അതേപോലെ നിലനിൽക്കുമെങ്കിലും ചെലവ് വർദ്ധിക്കുക സാമ്പത്തിക നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിന്റെ സൂചനയാണ് നൽകുന്നത്. ലോൺ പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് അതൊക്കെ പ്രയോജനപ്പെടും. കാരണം സമ്പത്തിന്റെ കാലഗ്രഹമായിട്ടുള്ള വ്യാഴമാണ് 12ലേക്ക് പോകുന്നത്. കടവും മറ്റും വാങ്ങേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആലോചിച്ച് എടുക്കുക. എന്നാൽ എടുക്കാനുള്ള സാഹചര്യവുമുണ്ട്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷം ഒന്ന് നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് 10ാം ഭാവാധിപൻ ചൊവ്വയാണ്. കർക്കിടകക്കൂറിന്റെ ബന്ധുഗ്രഹം തന്നെയാണ്. ചൊവ്വ വർഷാരംഭത്തിൽ നീചസ്ഥാനത്താണ് നിൽക്കുന്നത്. കർക്കിടകൻ രാശിയിൽ തന്നെയാണ്. അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തൊഴിൽപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന സമയമാണ്. ശനിയുടെ അഷ്ടമത്തിലെ വർഷാദ്യത്തിലുള്ള സ്ഥിതി തൊഴിലിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 10ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. ശനി 9ലേക്ക് രാശി മാറുമ്പോൾ തൊഴിലിന് അത് ആശ്വാസം ചെയ്യും. മികച്ച രീതിയിൽ സംഭാഷണത്തിലൂടെ മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രൊഫഷണലുകൾക്ക് അവരുടെ മേഖലകളിൽ മികവ് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വളരെയേറെ ബുദ്ധിമുട്ടും തൊഴിൽപരമായിട്ട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതിന് തക്ക പ്രതിഫലവും ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ പെരുമാറ്റവും സഹായ സഹകരണങ്ങളും ഒക്കെ കർക്കിടകക്കൂറുകാർക്ക് പുതുവർഷത്തിൽ അനുകൂലമായേക്കില്ല. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് തൊഴിലിൽ മികച്ച ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഇനി നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്യുന്ന കർക്കിടകക്കൂറുകാരുടെ പുതുവർഷം ഒന്ന് നോക്കാം. ബിസിനസ്സുകാർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ പുതുവർഷത്തിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടായേക്കാം. അശ്രദ്ധമായിട്ടോ ചിന്താശൂന്യമായിട്ടോ പുതുവർഷത്തിൽ ബിസിനസ്സിനെ കാണാതിരിക്കുക. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. 10ാം ഭാവത്തിൽ നിന്ന് ശനിയുടെ ദൃഷ്ടി മാറുന്നതോടുകൂടി ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ഭാഗ്യസ്ഥാനത്ത് ശനി വരുന്നതോടുകൂടി ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. മെയ് പകുതിക്ക് ശേഷം ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം. കയറ്റുമതി, ഇറക്കുമതി തുടങ്ങിയ മേഖലകളിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ
വിദ്യാഭ്യാസ കാര്യങ്ങളെ ഒന്ന് നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വയാണ് 5ാം ഭാവാധിപനും. ചൊവ്വ വർഷാരംഭത്തിൽ കർക്കിടകൻ രാശിയിലാണ്. അതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാകാരകനായിട്ടുള്ള ബുധനും ഏതാണ്ട് അനുകൂല ഭാവത്തിലൊക്കെയാണ് എന്ന് പറയാം, അനുകൂലമായിരിക്കും എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പുതുവർഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാം. പൊതുവിദ്യാഭ്യാസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്നിവയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പ്രയോജനങ്ങൾ ലഭിച്ചേക്കാം. മെയ് 15 വരെ വ്യാഴം 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെയേറെ നേട്ടങ്ങൾ ആ സമയത്തുണ്ടാകും. മെയ് പകുതിക്ക് ശേഷം വ്യാഴം രാശി മാറി 12ലേക്ക് എത്തുമ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അതിന് അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കും. വിദേശത്ത് ഇപ്പോൾ നിലവിൽ പഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. കേതു 2ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ കർക്കിടകക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. മടിയും അലസതയും ഒക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ വിദ്യാഭ്യാസപരമായി പുതുവർഷം നല്ലതായിരിക്കുമെന്ന് നമുക്ക് പറയാം. ഇനി കർക്കിടകക്കൂറുകാരുടെ വിവാഹ കാര്യങ്ങൾ പുതുവർഷത്തിൽ എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറുകാർക്ക് 7ാം ഭാവം എന്നുള്ളത് മകരൻ രാശിയാണ്, ശനിയുടെ രാശിയാണ്. ശനി അഷ്ടമത്തിൽ, ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത്. വർഷാരംഭം മുതൽ മെയ് 15ാം തീയതി വരെ വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നത് വിവാഹം നടക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ മെയ് 15 വരെയുള്ള 5ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വിവാഹത്തിന് അനുകൂലമാണ്. വിവാഹമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കാം. വ്യാഴം 12ാം ഭാവത്തിലേക്ക് എത്തുന്നതോടുകൂടി കർക്കിടകക്കൂറുകാർക്ക് 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അതും ജീവിതത്തിൽ സുഖവും സന്തോഷവും നിലനിർത്തുന്നതിന് സഹായകരമാണ്. വൈവാഹിക ജീവിതത്തിന്റെ കാര്യത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയില്ല എന്ന് തന്നെ പറയാം. പൊതുവെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാവുന്ന പുതുവർഷമാണ് കർക്കിടകക്കൂറുകാർക്ക്. എന്നിരുന്നാലും വർഷത്തിന്റെ ആദ്യ പകുതിയാണ് വിവാഹ കാര്യങ്ങളിലും കുടുംബജീവിതത്തിന്റെ കാര്യത്തിലും മികച്ചത്. കുടുംബജീവിത കാര്യത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ കർക്കിടകക്കൂറുകാർ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. മാർച്ച് അവസാനം വരെ ശനി 2ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ബന്ധങ്ങളിലൊക്കെ വിള്ളല് ഈ കാലത്തുണ്ടാകാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. വാക്കും പ്രവൃത്തിയും ഒക്കെ അനുകൂലമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. മാർച്ചിന് ശേഷം കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുമെന്ന് തന്നെ നമുക്ക് പറയാം. ചില കുടുംബാംഗങ്ങളൊക്കെ അകലം പാലിക്കാൻ ശ്രമിച്ചേക്കാം. തെറ്റായ ആശയവിനിമയങ്ങളുടെ പ്രശ്നം മൂലം കുടുംബാംഗങ്ങളുമായി അകൽച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം വിജയം കൈവരിക്കാൻ സാധിക്കും. കർക്കിടകക്കൂറുകാരുടെ പ്രണയ കാര്യങ്ങൾ, പ്രണയപരമായിട്ടുള്ള പുതുവർഷത്തെ ഒന്ന് നമുക്ക് നോക്കാം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 5ാം ഭാവം എന്നുള്ളത് ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വ വർഷാരംഭത്തിൽ നീചത്തിലാണ്. 5ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. ചൊവ്വയുടെ നീചസ്ഥിതിയൊക്കെ വ്യാഴത്തിന്റെ ദൃഷ്ടി 5ലേക്കുള്ളത് മൂലം പരിഹാരമാകുന്നതാണ്. പ്രണയകാര്യങ്ങൾ ഉത്ഭവിച്ചേക്കാം. അതേപോലെ തന്നെ ശനിയും 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും ഒരു മന്ദതയും അലസതയും ഒക്കെ ഉണ്ടായേക്കാം. ഒരു നിസ്സംഗത ഉണ്ടാക്കിയേക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മാർച്ച് മാസത്തിന് ശേഷം ശനിയുടെ 5ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇല്ലാതാകുന്നുണ്ട്. അതിനുശേഷം ഈ നിസ്സംഗതയൊക്കെ ചിലപ്പോൾ ഒഴിവായി ഐക്യവും പ്രണയവും ഒക്കെ കൂടുതലായി പ്രതിഫലിപ്പിച്ചേക്കാം. വ്യാഴം 12ലേക്ക് പോകുമ്പോൾ പോലും 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി സൗഹൃദവും പ്രണയവും ഒക്കെ ആ സമയത്തും കാത്തു സൂക്ഷിക്കാനുള്ള അവസരങ്ങൾ കർക്കിടകക്കൂറുകാർക്ക് ലഭിക്കാം. പുതിയ ബന്ധങ്ങളൊക്കെ രൂപപ്പെടാനും അവസരങ്ങൾ ഉണ്ടാകും. കർക്കിടകക്കൂറുകാരുടെ വീട്, വാഹനം തുടങ്ങിയ പുതുവർഷത്തിലെ ഫലങ്ങളെ ഒന്ന് നോക്കാം. കർക്കിടകക്കൂറുകാർക്ക് 4ാം ഭാവം ശുക്രന്റെ രാശിയായിട്ടുള്ള തുലാം രാശിയാണ്. മെയ് 15ന് ശേഷം വ്യാഴത്തിന്റെ രാശിമാറ്റം തുലാം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടുവരും. വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വർഷത്തിൽ പുതുവർഷം വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കും. ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസത്തിന് ശേഷം വളരെ അനുകൂല സമയമാണ്. വീട് നിർമ്മിക്കാനും ഈ കാലം അനുകൂലമാണ്. അതേപോലെ തന്നെ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂല സമയമാണ്. മെയ് 15ന് ശേഷമാണ് കൂടുതൽ അനുകൂലം എന്ന് പറയാം. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമുക്കൊന്ന് മറുപടി നോക്കാം. വ്യാഴത്തിന്റെയും ശനിയുടെയും സ്ഥിതി ഭാഗ്യത്തെ കൊണ്ടുവരുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. കർക്കിടകക്കൂറുകാർക്ക് ശനി അഷ്ടമത്തിലാണ്. മാർച്ച് മാസത്തിന് ശേഷം 9ലേക്ക് വരുന്നതാണ്. ശനിയുടെ സ്ഥിതി വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല. എല്ലാ കാര്യങ്ങളിലും മന്ദതയും ആരോഗ്യ പ്രശ്നങ്ങളും
ഒക്കെ സൃഷ്ടിച്ചേക്കാം. എന്നിരുന്നാലും ചില മാറ്റങ്ങൾ അപൂർവമായി ഉണ്ടായേക്കാം. മെയ് 15 വരെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമാണ്. അതിനുശേഷം ചില കാര്യങ്ങൾക്ക് നഷ്ടങ്ങളും ചില കാര്യങ്ങൾക്ക് നേട്ടങ്ങളുമായിട്ടുള്ള സമ്മിശ്ര ഫലത്തെയാണ് നൽകുക. കർക്കിടകക്കൂറുകാർക്ക് ശനിയുടെ പ്രഭാവം ശനി 11ാം ഭാവത്തിലേക്ക് വരുന്നത് വരെ തുടരുന്നതാണ്. അത് ഏകദേശം 2032 ശേഷമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷത്തെ കാര്യമാക്കി എടുക്കാതെ കർക്കിടകക്കൂറുകാർ ശനി പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് കർക്കിടകക്കൂറുകാരുടെ പുതുവർഷം 2025ന്റെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.